ഞാൻ മേരി മെറ്റിൽഡ. സ്റ്റേ ഇൻസ്പയർഡ് സീരീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യൂട്യൂബ് വഴിയും ഓൺലൈൻ കോഴ്സ് വഴിയും ധാരാളം ആളുകൾ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അവരിൽ ചിലർ സന്തോഷസൂചകമായി സമ്മാനങ്ങളൊക്കെ തരാറുണ്ട്. ഞാൻ ഇന്ന് ഉടുത്തിരിക്കുന്ന സാരി അങ്ങനെ ഒരാൾ സമ്മാനിച്ചതാണ്. എൻ്റെ യൂട്യൂബ് ചാനൽ പതിവായിട്ട് കാണുന്ന എൻ്റെ ഓൺലൈൻ കോഴ്സിൽ പങ്കെടുത്ത സുഭദ്ര സമ്മാനിച്ച സാരിയാണ്. സുഭദ്ര ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിലെ അസിസ്റ്റൻറ്റ് ജനറൽ മാനേജറായിട്ട് വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തു. ഇപ്പോൾ ഒരു സർട്ടിഫൈഡ് യോഗ ടീച്ചറാണ്. സുഭദ്ര ഇപ്പോൾ യോഗ ക്ലാസ്സുകൾ നടത്തുന്നുണ്ട്. ഞാൻ എൻ്റെ ഒരു ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞിട്ടില്ലേ നേരത്തെ, മൈൻഡ് പവർ ഫാമിലി. അതിനകത്ത് സുഭദ്ര ഒരു ഓൺലൈൻ യോഗ ക്ലാസ് നടത്തുന്നുണ്ട്. നല്ലൊരു യോഗ ടീച്ചറാണ്. ജാപ്പനീസ് ഭാഷയിൽ പറയാറില്ല ഇക്കിഗായി. നമ്മൾ ജീവിതത്തിൻ്റെ ആ ഒരു ഇക്കിഗായി കണ്ടെത്തിയാൽ, ഇക്കിഗായി എന്ന് പറഞ്ഞാൽ ഒരു പർപ്പസ് ഓഫ് ലൈഫ്, അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങോട്ട് ജീവിക്കാനായിട്ട് നല്ല ആവേശമായിരിക്കും. സുഭദ്ര ശരിക്കും സുഭദ്രയുടെ ഇക്കിഗായി കണ്ടെത്തി കഴിഞ്ഞു. യോഗയോട് അത്ര പാഷനാണ്. അപ്പോൾ സുഭദ്രയ്ക്ക് ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വിഷയത്തിലേക്ക് കടക്കാം. നമുക്കറിയാം, ലൈഫ് വളരെ വളരെ ചലഞ്ചിങ് ആണ്. കാലം മാറുന്നതനുസരിച്ച് ചലഞ്ചസിൻ്റെ സ്വഭാവവും മാറിക്കൊണ്ടിരിക്കും. പിന്നെ ഒരു ആശ്വാസമുള്ളത്, എന്തൊക്കെ ചലഞ്ച് വന്നാലും അതിനെയൊക്കെ അതിജീവിക്കാനുള്ള സംവിധാനം നമ്മളിലുണ്ട്. അത് വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്താൻ തയ്യാറായാൽ മാത്രം മതി. ഇന്ന് നമ്മൾ ഒരു ചലഞ്ചിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ ബ്രെയിനിനകത്ത് ഒരു റിവാർഡ് സിസ്റ്റം ഉണ്ട്. ഈ റിവാർഡ് സിസ്റ്റം കൊണ്ട് നമുക്കുള്ള പ്രയോജനം എന്താണെന്ന് അറിയാമോ? പ്രവൃത്തികൾ ചെയ്ത് അതൊരു ശീലമാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ഈ റിവാർഡ് സിസ്റ്റം. അപ്പോൾ അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം അല്ലെങ്കിൽ ഒരു പ്ലഷർ അനുഭവപ്പെടും അല്ലേ? തലച്ചോറിലെ ന്യൂറോണുകൾ തമ്മിൽ മെസ്സേജസ് കൈമാറാൻ സഹായിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സാണ്. റിവാർഡ് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഡോപ്പമൈൻ. ചില പ്രവൃത്തികൾ ചെയ്യുമ്പോൾ നമുക്കൊരു പ്ലഷർ അല്ലെങ്കിൽ ഒരു സുഖം തോന്നുമല്ലോ. ഈ സമയത്ത് ഡോപ്പമൈൻ ആക്ടിവേറ്റഡ് ആവും. ഈ ഡോപ്പമൈൻ ഒരു അഡിക്റ്റീവ് ടെൻഡൻസി ഉണ്ടാക്കുന്ന ഒന്നാണ്. അപ്പം നമുക്ക് ആ പ്രവൃത്തി വീണ്ടും വീണ്ടും ചെയ്യാൻ തോന്നും. വീണ്ടും വീണ്ടും ചെയ്ത് അത് നമ്മുടെ ഭാഗമായിട്ട് മാറും. അതിനെയാണ് നമ്മൾ ഹാബിറ്റ് എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്രെയിൻ സപ്പോർട്ട്സ് ഹാബിറ്റ്സ്. കാരണം ബ്രെയിനിനകത്ത് ഇങ്ങനൊരു സംവിധാനം ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇത് നല്ലൊരു സംവിധാനമാണ്. നമുക്ക് ആവശ്യമുള്ള പ്രവൃത്തികളൊക്കെ ഹാബിറ്റാക്കി മാറ്റാൻ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ്. ഇവിടെ നമ്മുടെ ചലഞ്ച് എന്താണെന്ന് ചോദിച്ചാൽ, ഈ സുഖം, പ്ലഷർ, നമ്മളിൽ ഉണ്ടാക്കുന്ന ആക്ടിവിറ്റീസ് എല്ലാം നമുക്ക് ഗുണകരമാകണമെന്നില്ല. ഉദാഹരണത്തിന് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കങ്ങനെ പ്ലഷർ തരുന്ന, സുഖം തരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മൊബൈൽ ഫോണിനോടുള്ള അഡിക്ഷൻ ദോഷകരമായിട്ട് നമ്മളെ ബാധിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മൾ മൊബൈൽ ഫോണിനോട് അഡിക്റ്റഡ് ആകുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഈ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു പ്ലഷർ, സുഖം കിട്ടുന്നുണ്ട്. അതിനകത്ത് വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ്. പക്ഷേ ഇത് പെട്ടെന്ന് നമുക്ക് ഒരു സുഖമുള്ള അനുഭവം നമ്മളിൽ ഉണ്ടാക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, നമുക്ക് പ്രത്യേകിച്ച് എഫേർട്ടൊന്നും ഇതിനകത്തില്ലല്ലോ. വെറുതെ ഇരുന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി. എഫേർട്ടില്ലാതെ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് ആ ഒരു പ്ലഷർ, സുഖം അനുഭവിക്കുന്ന സ്റ്റേജിലേക്ക് എത്തുന്നു. പതുക്കെ പതുക്കെ ഒരു അഡിക്ഷനായിട്ട് മാറുന്നു, ശീലമായിട്ട് മാറുന്നു. പ്രത്യേകിച്ചും നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന ശീലത്തെ നമ്മൾ അഡിക്ഷൻ എന്നാണ് പറയുക. അപ്പോൾ മൊബൈൽ ഫോണിലെ അഡിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലല്ലേ. ഇതില്ലാതെ വന്നാൽ നമുക്കൊരു അസ്വസ്ഥത വരാൻ തുടങ്ങും. മൊബൈൽ ഫോൺ മാത്രമല്ല, ഇതുപോലെ സുഖം, പ്ലഷർ നമുക്ക് പെട്ടെന്നുണ്ടാക്കി തരുന്ന ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ജങ്ക് ഫുഡ് കഴിക്കുക എന്നുള്ളത് ചിലരുടെ ശീലമാണ്. ശരീരത്തിന് എത്രയോ ഹാനികരമാണ്. അത് ശീലമായിട്ട് മാറിയത് എങ്ങനെയാ? ഈ ജങ്ക് ഫുഡ് കഴിക്കുമ്പോൾ ഒരു സുഖം, ഒരു പ്ലഷർ, വീണ്ടും വീണ്ടും അത് കഴിക്കാൻ തോന്നും. അങ്ങനെ ശീലമായിട്ട് മാറും. പിന്നെ പ്രൊക്രാസ്റ്റിനേഷൻ ശീലമായിട്ട് മാറുന്നതും അങ്ങനെയാണ്. ഒരു കാര്യം പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സുഖം അനുഭവപ്പെടും. ഒന്നും ചെയ്യണ്ടല്ലോ, അതൊരു സുഖം തന്നെയാണ്. അത് നമ്മുടെ ശീലമായിട്ട് മാറും. പഠിക്കുമ്പോൾ പഠനമല്ല നമ്മുടെ ശീലമായിട്ട് മാറുന്നത്, ഉഴപ്പലാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ആ ഒരു സുഖം, പ്ലഷർ ഉണ്ടാക്കി തരുന്ന ഒന്നാണ് ഉഴപ്പൽ. അങ്ങനെ അത് ശീലമാകുന്നു. അപ്പോഴൊക്കെ ആക്ടിവേറ്റഡ് ആകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഡോപ്പമൈൻ. അതുകൊണ്ട് ഇതിനെ ഫീൽ ഗുഡ് ഹോർമോൺ എന്നും പറയാറുണ്ട്. ഇപ്പോൾ ഡിസ്കസ് ചെയ്തത് മുഴുവൻ നമ്മളെ ദോഷകരമായി ബാധിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ്. മദ്യവും മയക്കുമരുന്നും എല്ലാം അതിനകത്ത് പെടും കേട്ടോ. പക്ഷേ ഇതെങ്ങനെയാണ് നമ്മുടെ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിനും സെൽഫ് എംപവർമെൻറ്റിനും സഹായിക്കുന്ന ഒരു ഹോർമോണായിട്ട് മാറുന്നത്? അതിങ്ങനെയാണ്. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് പഠിക്കുന്ന സമയത്ത് ഡോപ്പമൈൻ ആക്ടിവേറ്റഡ് ആവില്ല കേട്ടോ. ആക്ടിവേറ്റഡ് ആകുന്നത് എപ്പോഴാണെന്നോ, പഠിച്ച് കഴിയൂലേ, ഞാൻ ഇത്രയും പഠിച്ചു എന്നുള്ള ഒരു സെൻസ് ഓഫ് അച്ചീവ്മെൻ്റ് ഇല്ലേ, അത് ഡോപ്പമൈൻ ആക്ടിവേറ്റഡ് ആവും.
നമ്മൾ പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് കിട്ടൂലേ, ആ സമയത്ത് ഡോപ്പമൈൻ ആക്ടിവേറ്റഡ് ആവും. ഇതിന് അഡിക്റ്റീവ് ടെൻഡൻസി ഉള്ളത് കൊണ്ട് ഈ പ്രവൃത്തി വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ നമുക്ക് തോന്നും, നമ്മൾ ആവർത്തിക്കും. അങ്ങനെയാണ് നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പലപ്പോഴും നമ്മൾ ക്ലാസ് ടോപ്പേഴ്സിനെ കണ്ടിട്ടില്ലേ, അവരെപ്പോഴും ടോപ്പറാകും. അതിൻ്റെ ഒരു കാരണം ഇതാണ്, ഡോപ്പമൈൻ ആക്ടിവേറ്റഡ് ആയി കഴിഞ്ഞാൽ അതിനോട് അവർക്ക് അഡിക്ഷൻ ഉണ്ടാവും. അത് ഹാബിറ്റായിട്ട് മാറും. നല്ല ഹാബിറ്റ് ആയതുകൊണ്ട് അതിനെ നമ്മൾ അഡിക്ഷൻ എന്ന് പറയാറില്ല. അപ്പം ഇവിടെ നമ്മുടെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ, ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു പ്ലഷർ അല്ലെങ്കിൽ സുഖം ഉണ്ടാക്കി തരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ എൻവയോൺമെൻറ്റിലുണ്ട്. അത് ഒരു കമേഴ്സ്യൽ ലക്ഷ്യങ്ങളുള്ളവർ അങ്ങനെയുള്ള സംഗതികൾ നമുക്ക് ഒരുപാട് തന്നുകൊണ്ടിരിക്കും. ഇൻസ്റ്റൻ്റ് ആയിട്ട് മനുഷ്യർക്ക് എങ്ങനെ സുഖം കൊടുക്കാം, പ്ലഷർ കൊടുക്കാം, അതിനുള്ള മാർഗങ്ങൾ അവരുണ്ടാക്കിക്കൊണ്ടിരിക്കും. അപ്പം നമുക്കിത് അനുഭവിക്കാൻ പറ്റുമ്പോൾ നമ്മൾ അതിനോട് അഡിക്റ്റഡ് ആവും. അപ്പോൾ നമ്മുടെ ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഡോപ്പമൈൻ ഡിറ്റോക്സ് ചെയ്യുക. നമുക്ക് ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് എടുത്തു കളയാവുന്ന ഒന്നല്ല ഡോപ്പമൈൻ. നമ്മുടെ ജീവിതത്തിന് ഹാനികരമായി മാറ്റുന്ന പ്രവൃത്തികളില്ലേ, അപ്പോൾ ആ പ്രവൃത്തികളെ നമുക്ക് ദോഷകരമാകാത്ത വിധത്തിൽ നമ്മൾ മാനേജ് ചെയ്യണം. അതെങ്ങനെയാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഈ ഡോപ്പമൈൻ ഡിറ്റോക്സ് വേണ്ടത് എവിടെയൊക്കെയാണെന്ന് കണ്ടെത്തുക. ഈ സുഖം പ്ലഷർ ഉണ്ടാക്കുന്ന പല സംവിധാനങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ അതിനോട് നമുക്ക് അഡിക്ഷൻ വരാം. അതിൽ നമുക്ക് ഹാനികരമായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ നമ്മുടെ ജീവിതത്തിന് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അത്തരം ഹാബിറ്റ്സ് എന്തൊക്കെയാണെന്ന് കണ്ടെത്തുക. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് സുഖം തരുന്ന പ്ലഷർ തരുന്ന കാര്യങ്ങളോട് നമുക്ക് അഡിക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതെല്ലാം തന്നെ നമുക്ക് ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുന്നതായിരിക്കാം. ചില ആളുകൾക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് ഡിജിറ്റൽ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, ചില ആളുകൾക്ക് ജങ്ക് ഫുഡ് ആയിരിക്കാം. വേറെ ചിലരുടെ പ്രശ്നം എന്താണെന്നോ, അവർ ശരീരം ഉപയോഗിക്കാതിരിക്കുക, അതിൻ്റെ പ്ലഷർ ഇഷ്ടപ്പെടുന്നവരാണ്. എവിടെ പോണെങ്കിലും കാറ് വേണം, എവിടെ പോണെങ്കിലും വാഹനം വേണം, പിന്നെ സ്റ്റെയർ കേസ് കയറാൻ പറ്റില്ല, ലിഫ്റ്റ് വേണം, എസ്കലേറ്റർ വേണം. അങ്ങനെയുള്ള ശീലങ്ങൾ അത് പതുക്കെ പതുക്കെ നമുക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഒരു സെൽഫ് ഇംപ്രൂവ്മെൻറ്റും സെൽഫ് എംപവർമെൻറ്റും ആഗ്രഹിക്കുന്ന ആളുകളുടെ ആദ്യത്തെ ചലഞ്ച് അതാണ്. നമ്മുടെ ഇത്തരം ദുശ്ശീലങ്ങളെക്കുറിച്ച് അവെയർ ആവുക. ഡോപ്പമൈൻ ഡിറ്റോക്സ് ഞാൻ എവിടെയൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? രണ്ടാമത്തെ കാര്യം, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഈ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കാര്യത്തിൽ നമ്മൾ സ്ട്രോങ് ആയിട്ട് അഡ്വൈസ് ചെയ്യുന്നത് അതാണ്. ഇതിലേക്ക് ചെന്ന് പെടാതിരിക്കുക. പിന്നെ അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റിനെ കുറിച്ച് നമ്മൾ ഒരുപാട് അവെയർ ആയതുകൊണ്ട് ഇത് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അതിലേക്ക് ചെന്ന് പെടാതിരിക്കുക. ഡിജിറ്റൽ അഡിക്ഷൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ജങ്ക് ഫുഡിൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുമ്പോൾ ഒരുപാട് പേർക്ക് ഈ ശീലങ്ങളുണ്ടാവും. അത് ബോധപൂർവം പ്രതിരോധിക്കാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ഈ പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ളത് ഇത്രയും കാര്യത്തിൽ അപ്ലൈ ചെയ്യേണ്ടത് എവിടെയാണെന്നോ, ശരിക്കും പാരൻറ്റിങ്ങിലൊക്കെ ഇത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യണം. കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മൊബൈൽ കാണാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഗെയിംസ് അതിനുള്ള സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടോ, അവിടെ നമ്മൾ നല്ല സ്ട്രിക്റ്റ് ആകണം. ഇതെല്ലാം അവരിലൊരു ഫീൽ ഗുഡ്, ഒരു സുഖം അല്ലെങ്കിൽ പ്ലഷർ ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. കുഞ്ഞുങ്ങളിൽ ഡോപ്പമൈൻ ആക്ടിവേറ്റഡ് ആവും. അതുകൊണ്ട് അത് വീണ്ടും വീണ്ടും ചെയ്യാനുള്ള ടെൻഡൻസി അവരിൽ ഉണ്ടാകും. പിന്നെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പലപ്പോഴും ഈ മക്കളുടെ മൊബൈൽ അഡിക്ഷനെ പറ്റിയൊക്കെ പരാതി പറയുമ്പോൾ ഇത് തുടങ്ങുന്നത് വളരെ കുഞ്ഞുനാളിലെയാണ്. കുഞ്ഞുങ്ങൾ പൂർണ്ണമായിട്ടും മാതാപിതാക്കളുടെ നിയന്ത്രണത്തിലുള്ള സമയത്താണ്. അവിടെ മാതാപിതാക്കളും ഇതിനെ ഒരു എളുപ്പമാർഗമായിട്ട് കാണും. കുഞ്ഞുങ്ങളെ എളുപ്പത്തിൽ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടി മൊബൈൽ കയ്യിൽ കൊടുക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കാണാറുണ്ട്. പിന്നെ മാതാപിതാക്കൾക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യണമെങ്കിൽ മൊബൈലും കൊടുത്ത് കൊച്ചിനെ എവിടെയെങ്കിലും മാറ്റിയിരുത്തും. കുഞ്ഞുങ്ങളിൽ ഈ ഡോപ്പമൈൻ ആക്ടിവേഷൻ ഉണ്ടെന്നും അതുകൊണ്ട് ഇത് അവരിൽ ഹാബിറ്റായിട്ട് മാറുമെന്നും നമുക്കിഷ്ടമുള്ളപ്പോൾ ഇത് എടുത്തു മാറ്റാൻ പറ്റില്ലെന്നും അറിഞ്ഞിരിക്കണം. നമ്മൾ പണ്ട് പറയൂലേ, കന്നിനെ കയം കാണിക്കരുത്, കയം കാണിച്ചാലേ പ്രശ്നമുള്ളൂ. ഇനി മൂന്നാമത്തെ കാര്യം, നമുക്ക് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുക? ആദ്യം തന്നെ നമുക്ക് ഡിജിറ്റൽ അഡിക്ഷനെ കുറിച്ച് ചിന്തിക്കാം. ഡിജിറ്റൽ അഡിക്ഷൻ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ്. മൊബൈൽ ഫോണുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സാപ്പ് ഇതെല്ലാം നമ്മളിൽ ഒരുപാട് അഡിക്ഷൻ ഉണ്ടാക്കുന്ന ഒന്നാണ്. കാരണം ഇതെല്ലാം ഉപയോഗിക്കുമ്പോൾ വി ഫീൽ ഗുഡ്. ഈ ഡോപ്പമൈനെ ഫീൽ ഗുഡ് ഹോർമോൺ എന്ന് പറയാറുണ്ട്. നമുക്കൊരു സുഖം അല്ലെങ്കിൽ സന്തോഷം, പ്ലഷറൊക്കെ തോന്നുമ്പോൾ വി ഫീൽ ഗുഡ്. അപ്പോൾ ഈ ഡോപ്പമൈൻ ആക്ടിവേറ്റഡ് ആവും. അഡിക്ഷൻ എങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ചിലർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ കണ്ണ് തുറക്കുന്നതിന് മുമ്പ് തപ്പിപ്പിടിച്ച് മൊബൈൽ കയ്യിലാണ്. പിന്നെ ഇത് ഓൺ ചെയ്ത് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് എഴുന്നേൽക്കുക. മിക്കവാറും എഴുന്നേൽക്കൽ നടക്കില്ല. കാരണം സ്ക്രോൾ ചെയ്ത് അത് നല്ല സുഖമല്ലേ, വെറുതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തിരിക്കുക. നമ്മളറിയാതെ ഒരു സുഖം അനുഭവിക്കുന്നു, അത് ശീലമായി.
അത് കഴിഞ്ഞ് എഴുന്നേറ്റ് കഴിഞ്ഞാലോ ഇത് കയ്യിൽ നിന്ന് വിടാൻ പറ്റാത്ത ഒരവസ്ഥ. ബാത്റൂമിൽ പോകുമ്പോൾ ഇത് കയ്യിലുണ്ടാവും, ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് കയ്യിലുണ്ടാവും, എന്ത് കാര്യം ചെയ്യുമ്പോഴും ഇതിനെ പിരിയാൻ പറ്റാത്ത അവസ്ഥ. ഈ മെട്രോ ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ കയറി നമ്മൾ കഴിയുമ്പോൾ തന്നെ ഈ മൊബൈൽ എടുത്ത ആളുകൾ നോക്കാൻ തുടങ്ങുന്നത് കാണാം. എന്തോ ഒരു സമാധാനക്കേട്. നമ്മൾ ഈ സ്ട്രെസ്സിന്റെ കാര്യമൊക്കെ പറഞ്ഞ് പരാതിപ്പെടുന്നവരാണ്. ഇതൊക്കെയല്ലേ ശരിക്കും സ്ട്രെസ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ. ആ ട്രെയിനിൽ കയറി സമാധാനമായിട്ട് നിന്ന് കാഴ്ചകളെ കണ്ട് പോകുന്നതിന് പകരം ഉടനെ ഈ സാധനം എടുക്കുക. നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് മൊബൈൽ ഉപയോഗിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിനൊരു കാരണമുണ്ട്. ഈ ജോലിയുടെ ഭാഗമായിട്ട് ഉപയോഗിക്കുമ്പോൾ ഈ ഡോപ്പമൈൻ ആക്ടിവേഷൻ ഒന്നും അവിടെ പ്രത്യേകിച്ച് നടക്കണമെന്നില്ല. അതുപോലെ തന്നെ വളരെ അപകടമാണ് രാത്രി കിടക്കുമ്പോൾ ബെഡിൽ ഇത് കിടന്ന് കാണുക. അതുപോലെ തന്നെ വേറൊന്നുണ്ട്, നമ്മളിപ്പോൾ TV കാണുകയാണെങ്കിലും സൈഡിൽ ഇത് ഓൺ ചെയ്ത് വെക്കും. അപ്പോൾ ഈ ലെവലിലൊക്കെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഡോപ്പമൈൻ ഡിറ്റോക്സിനെ പറ്റി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് വളരെ ലളിതമായിട്ട് ചില കാര്യങ്ങളിൽ തീരുമാനമാക്കാം. ഈ സാധനം ബെഡ്റൂമിൽ കയറ്റാതിരിക്കുക, അലാറം വെക്കണമെങ്കിൽ വേറെ സംവിധാനം കണ്ടെത്തുക. അപ്പോൾ ഒരിക്കലും എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഇത് ഫസ്റ്റ് ആക്ടിവിറ്റി ആകരുത്. നമുക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു ടൈം ഫിക്സ് ചെയ്യുക, ആ സമയത്ത് ഇത് നോക്കുക. ഇത് സ്ഥിരമായിട്ട് കൈ കൊണ്ട് നടക്കുന്ന രീതി ഒഴിവാക്കാൻ വേണ്ടി ഇത് വെക്കാനായിട്ടൊരു സ്പേസ്, ആ സ്പേസിൽ ഇത് വെക്കുക. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക, റിങ് ചെയ്യുമ്പോൾ വേണമെങ്കിൽ വന്ന് നോക്കാം. ഇത് നമ്മുടെ സന്തത സഹചാരിയായിട്ട് മാറരുത്. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുന്നതിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. ബാത്റൂമിൽ പോകുമ്പോൾ ഇതും കൊണ്ട് കയറേണ്ട ഒരാവശ്യവും ഇല്ല. സീനിയർ സിറ്റിസൺസിനെ സംബന്ധിച്ച് ഇങ്ങനൊരു അഡിക്ഷൻ ഉണ്ടെങ്കിൽ അത് വളരെ അപകടകരമാണ്. കാരണം സീനിയർ സിറ്റിസൺസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഡിക്ലൈൻ സ്റ്റേജിലല്ലേ. പ്രായമായി വരുമ്പോൾ ബോഡി മൂവ്മെൻറ്റ്സിന് നമുക്ക് ചെറിയ വിഷമമൊക്കെ വരും. അപ്പോൾ എവിടെയെങ്കിലും ഇരിക്കാൻ നമുക്ക് താല്പര്യം വരും. ഈ താല്പര്യത്തെ ഒന്നുകൂടി സപ്പോർട്ട് ചെയ്യുന്നതാണ് മൊബൈൽ. എവിടെയെങ്കിലും ഇരിക്കുക, ചിന്തകളെ ബ്ലോക്ക് ചെയ്യും. അത് വളരെ അപകടകരമാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഡിറ്റോക്സ് ചെയ്യാനുള്ള സംവിധാനം നമ്മൾ കണ്ടെത്തുക. അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് നോക്കുന്ന ശീലം എന്തായാലും ഒഴിവാക്കണം. അപ്പോൾ ഇത് ഫസ്റ്റ് ആക്ടിവിറ്റി ലാസ്റ്റ് ആക്ടിവിറ്റിയും ആകാതെ നമുക്ക് നോക്കാമല്ലോ. അതുപോലെ നമ്മൾ മറ്റ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുമ്പോൾ സൈമിൾട്ടേനിയസ് ആയിട്ട് ഇത് നോക്കുന്ന സമ്പ്രദായമൊക്കെ നമുക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി നാലാമത്തെ കാര്യം, ആരോഗ്യത്തിന് ഹാനികരമായ ചില ദുശ്ശീലങ്ങളുണ്ട്. ജങ്ക് ഫുഡ് കഴിക്കുക. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ചിലർ കാറിലെ യാത്ര ചെയ്യുള്ളൂ, ശരീരം ഉപയോഗിക്കില്ല. മുകളിലേക്ക് പോകണമെങ്കിൽ ലിഫ്റ്റ് വേണം, എസ്കലേറ്റർ വേണം, സ്റ്റെയർ കേസ് കയറില്ല, നടക്കില്ല. ഇതെല്ലാം നമ്മുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇവിടെയൊക്കെ ഡോപ്പമൈൻ ഡിറ്റോക്സ് എങ്ങനെ നടത്താം? അപ്പം നമ്മൾ ഇതിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സുഖം ഉപേക്ഷിക്കാൻ തയ്യാറാവണം. നമ്മൾ കാറിൽ യാത്ര ചെയ്യണമെങ്കിൽ കാറ് കുറച്ച് ദൂരത്ത് പാർക്ക് ചെയ്ത് നടക്കുന്ന ഒരു ശീലം, പിന്നെ സ്റ്റെയർ കേസ് ഉപയോഗിക്കുന്ന ശീലം. അപ്പോൾ ജങ്ക് ഫുഡ് കാണുമ്പോൾ ഓർക്കണം, ഇത് ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ അതിൽ കുറവ് വരുത്തി നല്ല ഫുഡ് കൂടുതൽ കഴിക്കുക. ഇതേക്കുറിച്ച് അവെയർ ആകുക എന്നുള്ളതാണ് പ്രധാനം. അഞ്ചാമത്തെ കാര്യം, ഇത് ഡോപ്പമൈൻ ഡിറ്റോക്സിന് സഹായിക്കുന്ന ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ള മെത്തേഡാണ്. ഡോപ്പമൈൻ എന്നുള്ളതൊരു ഹാപ്പി ഹോർമോണാണ്. ഇത് ആക്ടിവേറ്റഡ് ആകുക എന്നുള്ളത് നമ്മുടെ ഒരു ആവശ്യമാണ്. ഇപ്പോൾ നമ്മളൊരു പുതിയ കാര്യം പഠിക്കുന്നു. അപ്പോൾ പഠിക്കുക എന്നുള്ള പ്രോസസ്സിൽ നമുക്ക് ഈ സുഖം സന്തോഷം അനുഭവിക്കാൻ പറ്റില്ല പലപ്പോഴും. പക്ഷെ പഠിച്ച് കഴിയുമ്പോഴില്ലേ വി ഫീൽ ഗുഡ്. ആ സെൻസ് ഓഫ് അച്ചീവ്മെൻറ്റിലൂടെ വി ഫീൽ ഗുഡ്. പഠിച്ചു എന്നുള്ള തോന്നൽ നമ്മുടെ ഡോപ്പമൈൻ ആക്ടിവേറ്റഡ് ആവും. അപ്പോൾ അവിടെയും ആ ഒരു അഡിക്റ്റീവ് ടെൻഡൻസി ഉണ്ടാവും. ഇത് വീണ്ടും വീണ്ടും ചെയ്യാൻ നമ്മളെ അത് സഹായിക്കും. അപ്പോൾ പഠനം എന്നുള്ളത് നമ്മുടെ ഹാബിറ്റായിട്ട് മാറുന്നു. ജോലി സ്ഥലത്തൊക്കെ ഇല്ലേ, ജോലി ചെയ്യാതിരിക്കുന്നതൊക്കെയാണ് സുഖം. ജോലി കൃത്യമായിട്ട് ചെയ്ത് അതിലൂടെ കിട്ടുന്ന ഒരു അംഗീകാരമൊക്കെ നമ്മുടെ ഫീൽ ഗുഡ് ഹോർമോണിനെ ആക്ടിവേറ്റഡ് ആക്കും. അങ്ങനെ നന്നായിട്ട് ജോലി ചെയ്യുക, എക്സ്ട്രാ ജോലി ചെയ്യുക, ഇതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമായിട്ട് മാറും. പക്ഷേ മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ ജങ്ക് ഫുഡിലോ ഒക്കെ കിട്ടുന്ന ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലഷർ അവിടെ കിട്ടൂല. പക്ഷെ ലേണിങ്ങിലൂടെ കിട്ടുന്ന ഡോപ്പമൈൻ ആക്ടിവേഷൻ, അതുപോലെ ജോലി നന്നായിട്ട് ചെയ്യുന്നതിലൂടെ കിട്ടുന്ന ഡോപ്പമൈൻ ആക്ടിവേഷൻ, നമ്മൾ ലക്ഷ്യത്തിലെത്തുമ്പോൾ കിട്ടുന്ന ഡോപ്പമൈൻ ആക്ടിവേഷൻ, എഴുത്തിലും വായനയിലൂടെയും കിട്ടുന്ന ഡോപ്പമൈൻ ആക്ടിവേഷൻ, ഇതൊക്കെ ജീവിതത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ്. ഇത്തരം പ്രയോജനപ്രദമായ പ്രവൃത്തികളിൽ ഏർപ്പെടുമ്പോൾ മറ്റ് പ്രവൃത്തികൾക്ക് നമ്മൾ ചെലവഴിക്കുന്ന സമയത്തിൽ സ്വാഭാവികമായിട്ടും കുറവ് വരും. ആറാമത്തെ കാര്യം, ഇതൊക്കെ നിയന്ത്രിക്കാൻ ചില ആപ്പുകൾ ഇപ്പോൾ ലഭ്യമാണ്. ദോഷകരമായ പ്രവൃത്തികൾ നിയന്ത്രിക്കാൻ മൊബൈലിനകത്ത് ആപ്പുകളുണ്ട്. ആപ്പുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചില പ്രത്യേക ടൈം ലിമിറ്റിനപ്പുറം വാട്സപ്പോ ഫേസ്ബുക്കോ അങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ അതിനേക്കാൾ നല്ലത് നമ്മൾ സ്വയം തീരുമാനമെടുത്ത് ഇത് നടപ്പിലാക്കുന്നതാണ്. കാരണം അതിൻ്റെ പ്രയോജനം നമുക്ക് ജീവിതത്തിൽ ഉടനീളം കിട്ടും.
അവിടെ നമ്മൾ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ, ചിന്തകളെ നിയന്ത്രിക്കാൻ പ്രാക്ടീസ് ചെയ്യുകയാണ്. അത് ജീവിതത്തിൽ എപ്പോഴും വേണ്ട ഒരു കാര്യമാണ്. 7ാമത്തെ കാര്യം, ചില കാര്യങ്ങളിൽ ഡോപ്പമൈൻ ഡിറ്റോക്സ് എങ്ങനെ നടപ്പിലാക്കാമെന്ന് ചിന്തിക്കുമ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് ചെയ്യാവുന്നത്, ഒരു പീരിയഡ്, ഇപ്പോൾ മൊബൈൽ ഉപയോഗിക്കുന്നതിൽ കുറച്ച് സമയം നമുക്കതിനെ ഉപേക്ഷിക്കാം. പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാൻ പറ്റുന്നതൊന്നുമല്ല ഇത്. പക്ഷേ ആഴ്ചയിൽ ഒരു അര ദിവസം, അല്ലെങ്കിൽ ഞാൻ കൂട്ടുകാരുടെ കൂടെ പുറത്തേക്ക് പോകുമ്പോൾ തൽക്കാലം മൊബൈൽ വീട്ടിലിരിക്കട്ടെ. ഇപ്പം ജങ്ക് ഫുഡിൻ്റെയൊക്കെ കാര്യമില്ലേ, അതിൽ നമുക്കൊരു സമയം, ഒരു മാസം ഞാൻ ഇത് കഴിക്കുന്നതല്ല, ഞാൻ ജീവിതത്തിലേ ഇത് കഴിക്കില്ല എന്നൊക്കെ തീരുമാനിച്ചാൽ നമുക്കത് ആവശ്യമില്ലാത്തൊരു സമ്മർദ്ദം ഉണ്ടാക്കും. ഇത്ര സമയം, ഈ ഒരു ആഴ്ച ഞാൻ കഴിക്കുന്നതല്ല, ഈ ഒരു മാസം ഞാൻ കഴിക്കുന്നതല്ല. ചിലപ്പോൾ ആ ഒരു മാസം കൊണ്ട് അത് നമ്മുടെ ശീലമായിട്ട് മാറും, കഴിക്കാതിരിക്കുക എന്നുള്ളത്. എന്തായാലും ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ ഈ ഡോപ്പമൈൻ ഡിറ്റോക്സ് എങ്ങനെ നടപ്പിലാക്കുക എന്നുള്ളത് നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഡോപ്പമൈൻ ഡിറ്റോക്സ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട്. ഈ ഡോപ്പമൈൻ എന്നുള്ളതിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കുക, അതല്ല ഇവിടെ. അത് ഞാൻ കൃത്യമായിട്ട് വീഡിയോയിലൂടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അടുത്ത ആഴ്ച പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.